അല്ലെ മാനസ പൂജ. ഒരുപാട് പൂജകളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പൂജയാണ് മാനസ പൂജ. പേര് പോലെ തന്നെ മനസ്സിലാണ് ആ പൂജ ചെയ്യുന്നത്. അവർ പറഞ്ഞതുപോലെ ദിവസവും രാവിലെ ഈ ഒരു 10 മിനിറ്റ് ആ പൂജയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അല്ലെ, നിങ്ങൾക്ക് തന്നെ ദേവിയായി മാറാൻ പറ്റും, അല്ലെ ദേവിയോട് സംവദിക്കാൻ പറ്റും. ആ ഒരു ശക്തി നിങ്ങളിൽ എന്നും പ്രകടമാകും. കാരണം നമുക്ക് വേണ്ടത് ശക്തിയാണ്, അല്ലെ. ശക്തി ഇല്ലാതെ, അല്ലെ, നേരത്തെ പറഞ്ഞു ശിവശക്തി, ശിവൻ അല്ലെ ശക്തിയില്ലെങ്കിൽ ശവമാണ്, അല്ലെ. ശിവന് പോലും നിലനിൽക്കണമെങ്കിൽ ശക്തി കൂടിയേ തീരും, അല്ലെ. എല്ലാ തരത്തിലും ദേവിയായിട്ടാണ് ഭാരതം, അല്ലെ. സ്ത്രീത്വത്തിന് പ്രാധാന്യം കൊടുത്ത നാടാണ് നമ്മുടെ ഭാരതം, അല്ലെ. എല്ലാ തരത്തിലും, അല്ലെ. ഭൂമി മാതാവ്, അല്ലെ, അമ്മയായിട്ടാണ് ഭൂമിയെ കാണുന്നത്, അല്ലെ. ഭാരത മാതാവ് ഭാരതത്തെ, അല്ലെ, ഭാരതാംബയാണ്. അതുപോലെ തന്നെ നദികൾ, അല്ലെ, ഗംഗാ നദി ആയിക്കോട്ടെ, എല്ലാം ദേവിയായിട്ടാണ്, അല്ലെ, ശക്തി ആയിട്ടാണ് നമ്മൾ ഉപാസിക്കുന്നതും. എല്ലാം ദേവി, സ്ത്രീത്വത്തിന് അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ഭാരതത്തില്, അല്ലെ, കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കുക, അല്ലെ. അതുപോലെ തന്നെ, അല്ലെ, എത്ര മോശപ്പെട്ടതായാലും എത്ര പഴകിയത് കൊടുത്താലും നല്ലത് മാത്രം തരുന്ന, അല്ലെ, പശുവിനെ നമ്മൾ ഗോമാതാവ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ. എല്ലാത്തിലും മാതാവായി സ്ത്രീത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു ഭാരതം, അതില് 9 രാത്രികള് ദേവിയായാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ ആ ദേവിയെ ആരാധിക്കുമ്പോൾ ഇപ്പൊ അവര് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മാനസ പൂജ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നിങ്ങളിൽ ഗുണം ചെയ്യും, അല്ലെ. സത്സംഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല കാര്യങ്ങള് ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലും എന്താവും, നന്മയുണ്ടാവും. അങ്ങനെ നന്മയുള്ളവരായി, ശക്തിയുള്ളവരായി, അല്ലെ. ദേവി ഉപാസിക്കുമ്പോൾ ശക്തിയാണ് ഏറ്റവും വേണ്ടത്, അല്ലെ. ഒരു ശക്തിയിലേക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു പ്രാർത്ഥന പോലും ചെയ്യാൻ കഴിയില്ല. ഒന്ന് ശ്വാസം കഴിക്കണമെങ്കിൽ പോലും നമുക്ക് ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. ആ ശക്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ശക്തിയെ ഉപാസിക്കുക. അതുപോലെ തന്നെ എല്ലാം വേണം, അല്ലെ. ലക്ഷ്മി ആവണം, സ്ത്രീകള് സരസ്വതി ആവണം, അതുപോലെ കാളിയാവണം, അല്ലെ. പക്ഷെ നമ്മള് എങ്ങനെയാണ്, അല്ലെ, കാളിയാകണം. എവിടെയാ കാളിയാവേണ്ടത്? നമ്മുടെ മക്കൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ, അല്ലെ, മക്കളെ ആരെങ്കിലും ദ്രോഹിക്കുമ്പോൾ നമ്മൾ മഹാകാളിയായി മാറണം, അല്ലെ. നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു, അല്ലെ, നമുക്കെതിരെ ആരെങ്കിലും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ, അല്ലെ, നമ്മുടെ സംസ്കാരത്തിന് എന്തെങ്കിലും, അല്ലെ, കേടുവരുത്താൻ ആരെങ്കിലും അതിനെ ദോഷം വരുത്താൻ, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മഹാകാളിയായി മാറണം. പകരം നമ്മൾ വീടുകളില് ലക്ഷ്മിയും സരസ്വതിയായി മാറണം, അല്ലെ. അങ്ങനെ ആയി മാറാനുള്ള ഒരു നമ്മൾ പലപ്പോഴും മറന്നു പല കാര്യങ്ങളും, അല്ലെ. കേട്ടത് കുറെ കഴിയുമ്പോൾ മറക്കും, കണ്ടത് കുറെ കഴിയുമ്പോൾ മറക്കും. ഇങ്ങനെ മറക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് കൂടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെയും ഇതുപോലുള്ള പരിപാടികളിലൂടെയും നിങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഈ ആഘോഷങ്ങൾ, അല്ലെ. നമ്മളിപ്പോ ഓണം കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, അല്ലെ. എന്താണ് ഈ ആഘോഷങ്ങളൊക്കെ പ്രധാനം? നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവൃത്തിയിൽ വീണ്ടും വരുത്തിക്കുക, മറന്നു പോകാതെ വീണ്ടും നിങ്ങളെ അതുപോലെ കൊണ്ടുപോകാനാണ് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ, അല്ലെ, ഋഷിവര്യന്മാർ ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായി നമ്മള് ആ രീതിയിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ എത്രമാത്രം യുക്തിഭദ്രമാണ്, എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ഉള്ളതാണ്, ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് പ്രഭാഷണങ്ങളിൽ കൃത്യമായി പങ്കെടുത്താൽ മാത്രം പോരാ, പ്രഭാഷണങ്ങളിൽ കേട്ട കാര്യങ്ങള് അത് അനുഭവത്തിൽ വരുത്തി, അല്ലെ, നമ്മൾ പ്രായോഗികമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ, അല്ലെ, ബ്രഹ്മയജ്ഞം നമ്മൾ ചെയ്യണം എന്നാ പറയാം. പഞ്ചമഹായജ്ഞത്തിൽ ഒന്നാമത്തെ ഒരു കാര്യം പഠിക്കുക, അത്, അല്ലെ, നല്ല കാര്യങ്ങൾ പഠിച്ചിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ആ മാനസ പൂജ എല്ലാവരും കഴിയുന്നത് രാവിലെ ചെയ്താൽ വളരെ ഗുണം നിങ്ങളിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ കുട്ടികളെ അതുപോലെ പഠിപ്പിക്കാൻ ശ്രമിക്കും.